വെറും 10 ലക്ഷം രൂപ കയ്യിൽ വെച്ചിട്ട് 15 വർഷം ടൂർ പോകാൻ ആഗ്രഹിച്ച ഒരാളുടെ കഥയാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഒരു ഇടത്തരം കാലത്തേക്കുള്ള നിക്ഷേപങ്ങൾ എങ്ങനെ നടത്തണം, അതിനുള്ള ഓപ്ഷനുകൾ എന്താണ്, പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ടുകളിലുള്ള ഓപ്ഷനുകൾ എന്താണെന്നുള്ളത് അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ അവസാനം വരെ കാണാം. നമ്മുടെ ആസ്ക് പേയ്മെന്റ് സർവീസിലേക്ക് വന്നിട്ടുള്ള ഒരു ചോദ്യവും അതിനുള്ള ഉത്തരവുമാണ് ഇതിലൂടെ പറയുന്നത്. എനിക്ക് വന്നിട്ടുള്ള ചോദ്യം അയച്ചത് അടൂരുള്ള ഒരു ഡിവോഴ്സ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് 38 വയസ്സാണ്. ഫാമിലി പ്രാരാബ്ദങ്ങളൊന്നുമില്ല. അദ്ദേഹം കുറച്ച് സമയം കൂടെ ജോലി ചെയ്യാനുള്ള താല്പര്യം അദ്ദേഹത്തിനുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്. അദ്ദേഹത്തിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അടുത്ത 15 വർഷം ഏകദേശം ഒരു 3 ലക്ഷമോ അതിൽ കൂടുതലോ ചെലവ് വരുന്ന ട്രിപ്പുകൾ നടത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. അതായത് ഇപ്പോൾ കയ്യിലുള്ള 15 ലക്ഷവും പിന്നെ കുറച്ച് സമയം അദ്ദേഹത്തിന് SIP രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് വെച്ച് അടുത്തൊരു 15 വർഷം 3 ലക്ഷം അതിൽ കൂടുതലുള്ള ട്രിപ്പുകൾ നടത്താനായിട്ട് പറ്റണം. അതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. നല്ല ഇൻട്രസ്റ്റിംഗ് ആവശ്യം അല്ലെ? ചെറുകിട ഇടത്തരം കാലത്തേക്ക് അതും റിപ്പീറ്റഡ് ആയിട്ട് റിക്കറിംഗ് ആയിട്ട് പണത്തിന് ആവശ്യം വരുന്ന തരത്തിലുള്ള ഗോളുകൾ അഡ്രസ് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ചെറുകിട കാലത്തേക്കുള്ള നിക്ഷേപങ്ങളോ അല്ലെങ്കിൽ ദീർഘകാലത്തേക്കുള്ള നിക്ഷേപങ്ങളോ ഒക്കെ സജസ്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. പക്ഷേ ഒരു ഇടക്കാലം വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ, അതുപോലെ വീണ്ടും 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 പണത്തിന് ആവശ്യം വരുന്ന തരത്തിലുള്ള ആവശ്യങ്ങൾ അഡ്രസ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ട്രിക്കിയാണ്. പക്ഷേ അതിന് പറ്റുന്ന ഒരു 4 തരം ഫണ്ട് കാറ്റഗറികൾ മ്യൂച്വൽ ഫണ്ടുകളിൽ ഉണ്ട് എന്നുള്ളത് ആദ്യമേ ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം ഈ അടൂരുള്ള നമ്മുടെ സബ്സ്ക്രൈബർക്ക് എന്ത് സൊല്യൂഷൻ ആണ് കൊടുത്തത് എന്നുള്ളത് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ ഫണ്ട് കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റി സേവിങ്സ് ഫണ്ടാണ്. ഇക്വിറ്റി സേവിങ്സ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50% ഇക്വിറ്റി നിക്ഷേപങ്ങളിലും 35% ഡെറ്റ് നിക്ഷേപങ്ങളിലും ബാക്കിയുള്ളത് റിയൽ എസ്റ്റേറ്റ്, ക്യാഷ് ഹോൾഡിംഗ്സ് ഒക്കെ ആയിട്ട് കീപ്പ് ചെയ്യുന്ന തരത്തിലുള്ള നിക്ഷേപങ്ങളാണ് ഈ ഇക്വിറ്റി സേവിങ്സ് നിക്ഷേപങ്ങൾ. ഒരു ഡെറ്റ് കാറ്റഗറി എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഇതൊരു ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിനെയോ ഫിക്സഡ് ഡെപ്പോസിറ്റുകളെയോക്കാൾ ഉയർന്ന റിട്ടേൺ തരാറുണ്ട്. ഇതിന്റെ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് മിക്കവാറും ഒരു ഇക്വിറ്റി ഫണ്ട് പോലെയാണ് ടാക്സ് ചെയ്യാറുള്ളത് എന്നുള്ളതാണ്. നിക്ഷേപിച്ചു കഴിഞ്ഞിട്ട് 90 ദിവസത്തിനുള്ളിൽ പൈസ പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈൻ കൊടുക്കേണ്ടതായിട്ട് വരും. 65% അതിൽ കൂടുതലോ ഇക്വിറ്റി നിക്ഷേപങ്ങൾ ഉള്ളത് ഇക്വിറ്റി ടാക്സേഷൻ, അതായത് ലോങ് ടേമിലേക്ക് 12.5% ലാഭത്തിൽ നിന്നും ഷോർട്ട് ടേമിലേക്ക് 1 വർഷത്തിനുള്ളിലാണെന്നുണ്ടെങ്കിൽ ലാഭത്തിന്റെ 20% ടാക്സ് കൊടുക്കുക എന്നുള്ളതാണ്. അതേസമയം ഡെറ്റിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? നമ്മൾക്ക് ഏത് ലാഭം കിട്ടിയാലും നമ്മളുടെ ടാക്സ് ലാബിനനുസരിച്ച് ടാക്സ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഡെറ്റ് കാറ്റഗറിയിലുള്ളതിന്റെ ബുദ്ധിമുട്ട്. പല ഫണ്ടുകളും ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം ഒരു 10-11% അധികം റിസ്ക് എടുക്കാതെ കിട്ടുന്ന തരത്തിലുള്ള ഫണ്ടുകളാണ് ഈ ഇക്വിറ്റി സേവിങ്സ്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഒരു ഡെറ്റ് ഫണ്ടിനേക്കാളോ ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാളോ ഒക്കെ ഉയർന്ന നേട്ടം തരുന്ന തരത്തിലുള്ള ഒരു ഫണ്ടുകൾ താരതമ്യേന സേഫ്റ്റി ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫണ്ടാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി സേവിങ്സ് ഫണ്ടുകൾ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് മിക്കവാറും ഒരു 90 ദിവസത്തേക്ക് എക്സിറ്റ് ലോഡ് ഉണ്ടാവുള്ളൂ. അതൊരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നിർത്തിയിട്ടുള്ളതാണ്. അതുപോലെ ഇതിന്റെ മിക്കവാറും ഫണ്ടുകളൊക്കെ 100 രൂപ മുതൽ SIP ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ഇക്വിറ്റി സേവിങ്സ് ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊട്ടക് ഇക്വിറ്റി സേവിങ്സ് ഫണ്ട്, ICICI ഇക്വിറ്റി സേവിങ്സ് ഫണ്ട്, ഏഡൽവൈസ് ഇക്വിറ്റി സേവിങ്സ് ഫണ്ട്. ഈ 3 ഫണ്ടുകളാണ് പ്രധാനപ്പെട്ട നല്ല ഫണ്ടുകൾ. ഞാൻ ആദ്യമേ പറയട്ടെ, ഇതൊരു റെക്കമെൻഡേഷൻ അല്ല. ഈ ഫണ്ടുകൾ എടുക്കാനോ എടുക്കാതിരിക്കാനുള്ള റെക്കമെൻഡേഷൻ അല്ല. ഞാൻ നന്നായിട്ട് കണ്ട 3 ഫണ്ടുകൾ പറഞ്ഞു തന്നു. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ടുകളാണ്. കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ടുകൾ 50% താഴെ മാത്രം ഇക്വിറ്റി നിക്ഷേപങ്ങൾ, സ്റ്റോക്കുകളും സ്റ്റോക്ക് അധിഷ്ഠിത നിക്ഷേപങ്ങളും പകുതിയിൽ താഴെ മാത്രം നിക്ഷേപിക്കും. ബാക്കിയുള്ളതിൽ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ്, അതായത് ബോണ്ടുകൾ, കടപ്പത്രങ്ങളും റിയൽ എസ്റ്റേറ്റ് അസറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിക്ഷേപങ്ങളും ക്യാഷ് ഹോൾഡിംഗ്സും ഒക്കെയാണ് ഈ കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ടുകൾ വരിക. കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ടും ഒരു പ്യുവർ ആയിട്ടുള്ള ഡെറ്റ് ഫണ്ട് അല്ല എന്നുണ്ടെങ്കിലും സാധാരണ ഫിക്സഡ് ഡെപ്പോസിറ്റിനെയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള നിക്ഷേപങ്ങളെക്കാളൊക്കെ മികച്ച റിട്ടേൺ തരുന്ന ഒരു ഹൈബ്രിഡ് കാറ്റഗറിയിലുള്ള ഫണ്ടാണ് കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ട്. ഒരു ഡെറ്റ് ഫണ്ടിനെ പോലെ ആണ് ടാക്സ് ചെയ്യുക. അതായത് നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം നമ്മളുടെ ഇൻകത്തോട് കൂട്ടുകയും അതിന് നമ്മുടെ സ്ലാബിനനുസരിച്ച് ടാക്സ് പേ ചെയ്യേണ്ടി വരികയും ചെയ്യും. ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ ഒരു റിട്ടേണോ അതിൽ കൂടിയ റിട്ടേണോ ഒക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഒരു ആവറേജ് ഒരു 10.25% ഒക്കെയാണ് ഇതിന്റെ ആവറേജ് റിട്ടേൺ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു വർഷം ഒരു 10.25% റേറ്റിലൊക്കെ വർദ്ധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഫണ്ടുകൾ ഞാൻ കണ്ടത് പരാഗ് പരീഖിന് ഒരു കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ട്, അതുപോലെ SBIയുടെ കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ട് ഉണ്ട്, കോട്ടക്കിന്റെ കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ട് ഉണ്ട്. പ്രധാനപ്പെട്ട ഫണ്ടുകൾക്കൊക്കെ ഒരു 365 ദിവസം എക്സിറ്റ് ലോഡ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നിക്ഷേപിച്ച് കഴിഞ്ഞിട്ട് 1 വർഷത്തിനുള്ളിൽ പിൻവലിച്ചു കഴിഞ്ഞാൽ നമ്മൾ 1% ഫൈൻ കൊടുക്കേണ്ടി വരും. മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർബിട്രാജ് ഫണ്ടുകളാണ്. ആർബിട്രാജ് ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റിന്റെ പ്രൈസ് ഡിഫറൻസ് നോക്കിക്കൊണ്ട് അത് തന്നെ എങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യാം. അതായത് ഒരു ഇൻസ്ട്രുമെന്റ്, ഒരു സ്റ്റോക്കും അതിന്റെ ഫ്യൂച്ചേഴ്സും അങ്ങനെ അത് തമ്മിലുള്ള ഒരു പ്രൈസ് ഡിഫറൻസ് നോക്കിക്കൊണ്ട് ഒരു നേട്ടം ആളുകൾക്ക് ഒരു ഇടക്കാലത്തേക്കോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേമിലേക്ക് നേടിത്തരാൻ കേപ്പബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് കാറ്റഗറിയാണ് ആർബിട്രാജ് ഫണ്ട്. ആർബിട്രാജ് ഫണ്ടില് 20% ഡെറ്റ് കാറ്റഗറിയിലും ബാക്കി ഈ ആർബിട്രാജ് ഓപ്പർച്യൂണിറ്റികളിലുമാണ് ചെയ്യുക. ആർബിട്രാജ് ഫണ്ടുകൾ അത്ര മികച്ച റിട്ടേൺ തരുന്നതല്ല, ഒരു 7% താഴെയൊക്കെയാണ് റിട്ടേൺ തരുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. ഇതൊരു ഇക്വിറ്റി രീതിയിലാണ് ടാക്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതായത്
നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭത്തിന്റെ 20% നമ്മൾ ടാക്സ് കൊടുക്കണം. ഒരു വർഷത്തിന് ശേഷമാണെന്നുണ്ടെങ്കിൽ 12.5% ലാഭത്തിൽ നിന്ന് ടാക്സ് കൊടുക്കേണ്ടത്. എക്സിറ്റ് ലോഡ് കാലയളവ് ഇതിന് കുറവായിട്ട് കണ്ടിട്ടുണ്ട്. 30 ദിവസം മാത്രമാണ് ഇതിന് എക്സിറ്റ് ലോഡ് കാലയളവ് ഉള്ളത്. പ്രധാനമായിട്ടും 3 ഫണ്ടുകളാണ് ഞാൻ ഈ ആർബിട്രാജ് കാറ്റഗറിയിൽ നന്നായിട്ട് കണ്ടിട്ടുള്ളത്. 1 നിപ്പോണിന്റെ ആർബിട്രാജ് ഫണ്ട്, 2 കോട്ടക്കിന്റെ ആർബിട്രാജ് ഫണ്ട്, 3 ആദിത്യ ബിർള സൺലൈഫിന്റെ ആർബിട്രാജ് ഫണ്ട്. 4ാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടേം ഡെറ്റ് ഫണ്ടുകളാണ്. ഒരു 3 വർഷം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് ഷോർട്ട് ടേം ഫണ്ടുകൾ എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. അതിൽ എപ്പോഴും ചെയ്യുന്നത് നല്ല കമ്പനികൾ, നല്ല ട്രാക്ക് റെക്കോർഡുള്ള, നല്ല ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള കമ്പനികളുടെ ബോണ്ടുകളിൽ നിക്ഷേപിക്കുകയാണ് ഈ ഷോർട്ട് ടേം ഡെറ്റ് ഫണ്ടുകൾ ചെയ്യുന്നത്. AA+, AAA ഒക്കെ ഉള്ള ഫണ്ടുകളിലാണ് സാധാരണ ഇവർ നിക്ഷേപിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നഷ്ടസാധ്യത ഏകദേശം ഇല്ല എന്ന് തന്നെ പറയാം. 100% ഡെറ്റ് കാറ്റഗറിയിലാണ് ഇത് നിക്ഷേപിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം നമ്മളുടെ ടാക്സബിൾ ഇൻകവുമായിട്ട് കൂട്ടി നമ്മുടെ സ്ലാബിനനുസരിച്ചാണ് ടാക്സ് ചെയ്യപ്പെടുക. ഇതിന് സാധാരണഗതിയിൽ ഈ എക്സിറ്റ് ലോഡ് ഒന്നും വരാറില്ല. വളരെ ഉണ്ടെങ്കിൽ തന്നെ ഒരു 7 ദിവസം അങ്ങനെയുള്ള ചെറിയ കാലയളവ്, അല്ലെങ്കിൽ ഒരു 30 ദിവസത്തിന്റെ എക്സിറ്റ് ലോഡ് കാലയളവൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. പ്രധാനമായിട്ടും ഞാൻ കണ്ടിട്ടുള്ള നല്ല ഡെറ്റ് ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ICICIയുടെ ഷോർട്ട് ടേം ഡെറ്റ് ഫണ്ട്, അല്ലെങ്കിൽ HDFCയുടെ ഷോർട്ട് ടേം ഡെറ്റ് ഫണ്ട്, ആദിത്യ ബിർളയുടെ ഷോർട്ട് ടേം ഡെറ്റ് ഫണ്ട് ഒക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ആളുടെ ആവശ്യത്തിലേക്ക് തിരിച്ചു വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ 10 ലക്ഷം രൂപ ഞാൻ ഇക്വിറ്റി സേവിങ്സ് ഫണ്ടില് ഒരു 3 ലക്ഷവും, കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ടില് ഒരു 2 ലക്ഷവും, ആർബിട്രാജ് ഫണ്ടില് ഒരു 2 ലക്ഷവും, ഷോർട്ട് ടേം ഡെറ്റ് ഫണ്ടില് ഒരു 3 ലക്ഷവും നിക്ഷേപിക്കാനായിട്ടുണ്ട്. അങ്ങനെ 10 ലക്ഷം രൂപ അത്തരം പോർട്ട്ഫോളിയോയിൽ നിക്ഷേപിച്ചു. അത് എന്തിനാണെന്ന് വെച്ചാൽ അടുത്ത ഒരു 5 വർഷത്തിനുള്ളിൽ നമ്മൾക്ക് ആവശ്യമുള്ള ഒരു മാനേജ് ചെയ്യുന്നതിനായിട്ടാണ് അത് ഉപയോഗിച്ചത്. 15,000 രൂപ മന്ത്ലി നിക്ഷേപിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള നിലയ്ക്ക് ആ 15,000 രൂപ ഒരു സെറ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ടുകളിൽ നമ്മൾ ലോങ് ടേം രീതിയിലേക്ക് നിക്ഷേപിക്കാൻ പറഞ്ഞു. ലോങ് ടേം രീതിയിലേക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ലാഭം കിട്ടുന്നതിനനുസരിച്ച് ഈ 4 ഫണ്ടുകളിൽ, കൺസർവേറ്റീവ് ഹൈബ്രിഡ്, ആർബിട്രാജ്, ഷോർട്ട് ടേം ഫണ്ട്, ഇക്വിറ്റി സേവിങ്സ് ഫണ്ടുകൾ, ഈ ഫണ്ടുകളുടെ കോമ്പിനേഷനിലേക്ക് അതിൽ നിന്ന് ലാഭം കിട്ടുന്നതിനനുസരിച്ച് ആ ലാഭം ഇത്തരം ഫണ്ടുകളിലേക്ക് കൊണ്ടുവരികയും SIP തുറന്നു കൊണ്ടുപോവുകയും ചെയ്യുക എന്ന് പറഞ്ഞുള്ള ഒരു കോമ്പിനേഷൻ സ്ട്രാറ്റജിയാണ് ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുത്തത്. പലർക്കും ആ സ്ട്രാറ്റജി യോജിക്കാതിരിക്കാം. കാരണം വെച്ചാൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ ഫിനാൻസ് അവസ്ഥ വ്യത്യാസമായിട്ടിരിക്കും. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ നോക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ലംസം ഫണ്ടുകൾ ഇടുകയും അദ്ദേഹത്തിന്റെ SIP നമ്മളുടെ ഒരു ഗ്രോത്ത് പോർട്ട്ഫോളിയോ ഉള്ള ഒരു സെറ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ടുകളിൽ, ആ ഫണ്ടുകളെ പറ്റി അറിയാനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സണൽ ഫിനാൻസ് അവസ്ഥയ്ക്ക് അനുസരിച്ച് നിങ്ങൾ ഒരു ഗോളുകൾ അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു ഡയറക്ഷൻ എടുക്കുന്നതിനായിട്ട് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഷോർട്ട് ടേമിലേക്ക് ആവശ്യമുള്ള പണം ഒരു കാരണവശാലും ഈ ഇക്വിറ്റി ഫണ്ടുകളിൽ നിക്ഷേപിക്കരുത്. കാരണം എന്താ, സ്റ്റോക്ക് മാർക്കറ്റ് താഴ്ന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ പൈസ ലോക്കാവും. അതുകൊണ്ട് തന്നെയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 4 കാറ്റഗറി ഫണ്ടുകൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. കൺസർവേറ്റീവ് ഹൈബ്രിഡ്, ഇക്വിറ്റി സേവിങ്സ്, ആർബിട്രാജ്, അതുപോലെ ഷോർട്ട് ടേം ഡെറ്റ് ഫണ്ടുകൾ. ഇത്തരം ഫണ്ടുകളുടെ ഒരു കോമ്പിനേഷനിലേക്ക് നിക്ഷേപിക്കുന്നത് നന്നായിരിക്കും എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ആ കോമ്പിനേഷൻ സെലക്ട് ചെയ്യാനായിട്ടുള്ള കാരണം നമുക്ക് അതിൽ നിന്ന് ഇരയ്ക്ക് പൈസ പിൻവലിക്കണം. ടാക്സ് എഫക്റ്റീവ് ആയിട്ട് പിൻവലിക്കുന്നതിനായിട്ടുള്ള ഒരു രീതിയും ആ ഫണ്ടുകളിൽ നിന്ന് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ലോങ് ടേമിലേക്ക് നമ്മളുടെ ഈ ഫണ്ടിനെ ഗ്രോ ചെയ്യിക്കുന്നതിനായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ലോങ് ടേം ഗ്രോത്ത് പോർട്ട്ഫോളിയോ ഉള്ള SIPകളിലാണ്. ആ കാര്യങ്ങൾ കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 വീഡിയോകൾ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരും ഷെയർ ചെയ്യാനും മറക്കരുത്.